പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരനുഭവം ശ്രദ്ധിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജസ്നി, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ട് എപ്പോഴൊക്കെയാലും തലവേദന, വയറുവേദന എല്ലാ അസുഖങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ 10th പഠിക്കുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും നല്ല തലവേദന, ഭയങ്കര തലവേദന, തല പൊട്ടി പോണ ഒരു ഭയങ്കര വേദനയായിരുന്നു. 10th പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അങ്ങനെ ഡോക്ടർ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു പവർ അങ്ങനെ നിങ്ങളായിരിക്കും, കണ്ണ് കാണാണ്ട് അങ്ങനെ നിങ്ങളായിരിക്കും ചോദിച്ചാൽ ഞാൻ പോയി. അപ്പോൾ ഡോക്ടർ ഒരു ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കണ്ണിന് നെർവ്സിൽ എനിക്ക് ഫുൾ ഹോൾസ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ഹോൾസ് ആണെങ്കിൽ നമുക്ക് സമാളിക്കാം, പക്ഷെ കുറേ ഹോൾസിലെ കാരണം ഏത് മിനിറ്റ് വേണമെങ്കിലും നെർവ്സ് പൊട്ടി പോവും. അപ്പോൾ ഇനി നിനക്ക് കണ്ണ് കാണാൻ പറ്റാണ്ടാവും, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ മമ്മി ദുബായിലായിരുന്നു. മമ്മിയോട് ഞാൻ പറഞ്ഞു ഓപ്പറേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല, ടെൻഷനാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു നീ അഭിഷേകാഗ്നി വിശ്വസിച്ച് നീ കാണ്. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നില്ല, അഭിഷേകിനെ കണ്ട ഇതൊക്കെ എങ്ങനെ ശരിയാവുമെന്ന് എനിക്കൊന്നും അറിയില്ല. അതായത് ഇങ്ങനെയൊക്കെ വെറുതെ അങ്ങനെ അഭിഷേകത്തിന് കാണുമ്പോഴേക്കും ഇതൊക്കെ സൗഖ്യം ഉണ്ടാകണമെന്ന് ഒരു സാധാരണ ചിന്തയുണ്ടല്ലോ, അതേമാതിരി ചിന്ത. എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ അങ്ങനെ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനമൊന്നും കൂടി അങ്ങനത്തെ ഒരു പരിചയമൊന്നും ഇല്ല. അങ്ങനെ ഞാൻ എല്ലാ ദിവസം അഭിഷേകം കാണാൻ തുടങ്ങി. അങ്ങനെ 10th എനിക്ക് തലവേനൊക്കെ കുറഞ്ഞു, എക്സാം ഒക്കെ എഴുതാൻ പറ്റി. 11th ഞാൻ അങ്ങനെ എക്സാം എഴുതി. 12th ഞാൻ എഴുതി. ഒരു ഡോക്ടറത്തേക്ക് ഞാൻ പോയില്ല. ഇപ്പോൾ ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ, ഞാൻ ഡോക്ടറത്തിൽ പോയി ചെക്കപ്പ് ചെയ്തു. ഡോക്ടർ നിനക്ക് ഹോൾസാ, അങ്ങനെ ഒരു ഇതായിട്ട് നിനക്ക് കാണുന്നില്ല. ഡോക്ടർ പറയുന്നത് എന്ത് രോഗം, ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് ഡോക്ടർ വിധി എഴുതി അല്ലേ, അതില്ല, ആ രോഗമില്ല. ഡോക്ടർ പറഞ്ഞു നിനക്ക് ഉറപ്പായിട്ടും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിനക്ക് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ നിനക്ക് പെട്ടില്ല, നിനക്ക് എക്സാം എഴുതാൻ പെട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ടെൻഷൻ എടുത്തി. പക്ഷേ ഇപ്പോൾ ഒരു ഓപ്പറേഷനും കൂടാതെ ഞാൻ നിൽക്കണം. ഇത് കൊണ്ട് കാരണം എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. എനിക്ക് എല്ലാ എക്സാമിനും തലവേദനയായിട്ട് ഞാൻ അങ്ങനെ കിടക്കും, എക്സാം ഹാളിൽ ഞാൻ കിടക്കും. എനിക്ക് എക്സാം എഴുതാൻ പറ്റാറില്ല, അറ്റൻഡും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഒരു ഓപ്പറേഷനും ഇല്ല, ഒരു തലവേദന ഇല്ല. ഞാൻ 10th കഴിഞ്ഞു, 12th കഴിഞ്ഞു, നല്ല മാർക്സോടെ ഞാൻ പാസ്സായി. ശരിക്കും ഇത് ആരോ നിന്നോട് അഭിഷേകത്തിന് കാണാൻ പറഞ്ഞത്? അമ്മയാ? അമ്മ അഭിഷേകത്തിന് കാണാൻ പറഞ്ഞു. അഭിഷേകത്തിന് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ വ്യത്യാസം ഉണ്ടായല്ലേ? അഭിഷേകനിൽ ആരാധന ഞാൻ പ്രാർത്ഥിക്കും. അഭിഷേകനിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആരാധന നടത്തുമ്പം ആ കണ്ണിൽ ആ അഭിഷേകനെ തൊട്ട് കണ്ണിൽ കൊണ്ടുവെക്കും. പിന്നെ തലവേദന കുറഞ്ഞ് ഇപ്പം ഇല്ല. പിന്നെ എല്ലാ പരീക്ഷയും മുടങ്ങാതെ എഴുതാൻ പറ്റി അല്ലേ? പിന്നെ തലവേദന ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ. കർത്താവ് സുഖപ്പെടുത്തി.
അതേപോലെ തന്നെ എനിക്ക് എല്ലാ എക്സാം എഴുതുമ്പോഴും ഭയങ്കര ടെൻഷൻ. എക്സാം എഴുതാൻ പറ്റില്ല, അത്ര കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. എക്സാം എഴുതാൻ പറ്റുന്നില്ല. മമ്മി പറഞ്ഞു യേശുനാമത്തിന് ശക്തി ബുക്ക് വെച്ച് നീ പ്രാർത്ഥിക്ക്. അപ്പോൾ ഒന്നും എനിക്ക് വിശ്വാസം ആയിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ പബ്ലിക് എക്സാമിന് 12th പബ്ലിക് എക്സാം എഴുതുമ്പോൾ അതിന് മുമ്പത്തെ എക്സാം പോലും ഞാൻ 52% ആണ് എൻ്റെ മാക്സിമം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴേക്കും എക്സാമിന് പബ്ലിക് എക്സാമിന് മുമ്പ് യേശുനാമത്തിന് ശക്തി ബുക്ക് വെറുതെ ഒന്ന് തൊട്ടിട്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ എക്സാം എഴുതും. എനിക്ക് കൈ വിറച്ചിട്ടില്ല. എല്ലാത്തിനും നല്ല കൈ വിറയ്ക്കും, എഴുതാൻ പറ്റില്ല, പേടിച്ചിട്ട്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പബ്ലിക് എക്സാം എഴുതുമ്പോൾ ഫസ്റ്റ് യേശുനാമത്തിന്റെ ബുക്ക് തൊട്ടിട്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് പരീക്ഷ എഴുതുമ്പോൾ കൈ വിറയ്ക്കുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ യേശുനാമത്തിന്റെ ആ പുസ്തകത്തിന് മുകളിൽ തൊട്ടിട്ട് പോയി എഴുതും. ഒരു കുഴപ്പമില്ല അല്ലേ? നല്ല റിസൾട്ട് ഉണ്ട്. നല്ല റിസൾട്ട് 52% 88% ഞാൻ മാർക്സ് 88% കൈവറയെ കണ്ട് മാറി. വിശ്വാസത്തോടെ യേശുനാമത്തെ തൊടും. ടി വിയിൽ പരിശുദ്ധ കുർബാന എഴുന്നേറ്റ് ടി വിയിൽ പോയി ജസ്റ്റ് അഭിഷേകങ്ങളുടെ സമയത്ത് തൊട്ട് പ്രാർത്ഥിക്കും. ഈശോ കൃപ ചൊരിഞ്ഞു. വിശുദ്ധി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ചാടി എഴുന്നേൽക്കാം. എഴുന്നേറ്റ് കുറച്ചു നേരം നമ്മുടെ രക്ഷകനായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഇപ്പോൾ ഭവനങ്ങളിലേക്ക് അവിടെ നിന്ന് നൽകുന്ന സമയമാണ്. അനേക രോഗികളെ ഇതേപോലെ ഈശോ സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇപ്പോൾ എല്ലാ ദൈവമക്കളും വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ പങ്കുചേരുക. എല്ലാ കുട്ടികളെ അച്ഛൻ പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്. ഓൾ ചിൽഡ്രൻ, ലെറ്റ് us pray together. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എത്ര ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാമോ അത്രയും ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, 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 യേശുവിൻ നാമത്താൽ അഴിയട്ടെ. രാജാധിരാജന കരങ്ങളടിച്ച് നാമം ഭൂവിലെങ്ങും നിറയട്ടെ. രാജാധിരാജന മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. കർത്താവേ, ഇന്ന് ഈ സമയം ഈ ദൈവമക്കളെ കുടുംബങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി വിടുവിക്കണമേ. എല്ലാ തരത്തിലുള്ള രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. മാരകവ്യാധികൾ വിട്ടുപോകട്ടെ. ശരീരക്ഷീണങ്ങൾ മാറട്ടെ. പാരമ്പര്യ രോഗങ്ങൾ മാറട്ടെ. തീരാവ്യാധികൾ നീങ്ങട്ടെ. വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ യേശുനാമത്തിൽ സംഭവിക്കട്ടെ. രോഗപീഡകൾ മാറാവ്യാധികൾ യേശുവിൻ നാമത്താൽ അഴിയട്ടെ. രോഗപീഡകൾ മാറാവ്യാധി യേശുവിൻ നാമത്താൽ അഴിയട്ടെ. വിശ്വാസത്തോടെ അന്ധകാര ശക്തിയും യേശുവിൻ നാമത്താൽ അഴിയട്ടെ. രാജാധിരാജന മിശിഹാനാഥ നിന്നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. രാജാധിരാജന മിശിഹാനാഥ നിന്നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. ഈ ലോകത്തിൻ യേശുവിൻ നാമത്താൽ അഴിയട്ടെ. ഈ ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്താൽ അഴിയട്ടെ. രാജാധിരാജന മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നിന്നാമം ഭൂവിലെങ്ങും. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പിതാവേ, 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 ആബാ, അപ്പാ.
ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി കൊടുക്കാം. ശാന്തമായിട്ട് കസേരകളിലേക്ക് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എവിടെ? ഹൂ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്? ഹൂ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആര്? ദൈവത്തിൻ്റെ വചനം കൊറിന്തോസുകാർ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 11-ാം തിരുലിഖിതം. 1 Corinthians chapter 3 verse 11. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന് പുറമേ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധ്യമല്ല. For no one can lay any foundation other than the one that has been laid. That foundation is Jesus Christ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭയുടെ, യേശുവിൻ്റെ സഭയുടെ അടിസ്ഥാനം യേശു എന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അധിനാഥനും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും വിശ്വാസത്തിൻ്റെ ഉറവിടവും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും എല്ലാം യേശു ക്രിസ്തു തന്നെ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ അടിസ്ഥാനത്തെ നോക്കി വേണം ഞാനും നിങ്ങളും മുന്നോട്ട് പോകാൻ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുലിഖിതം, ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 2. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ആ വചനം എല്ലാവർക്കും നേരിട്ട് പറയാം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നാഥനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടാൻ. ലുക്കിംഗ് ടു ജീസസ്, ദ പയനിയർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് അവർ ഫെയ്ത്ത്. ലുക്കിംഗ് ടു ജീസസ്, യേശു എന്ന വിശ്വാസത്തിൻ്റെ അതിനാഥനെ വേണം ഞാനും നിങ്ങളും നമ്മുടെ കൺമുമ്പിൽ കാണാനും നമ്മുടെ ഹൃദയത്തിൽ മുറുകെ പിടിക്കാനും. അച്ഛനത് പറയുമ്പോൾ അച്ഛൻ്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം വളരെ തീഷ്ണതയോടുകൂടെ അനേക വർഷങ്ങൾ അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരു ശുശ്രൂഷകനെ കാണാനിട വന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ യേശുവിന് കൊടുക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹം ഒരുപാട് ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ യേശുവിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അധ്വാനിച്ചും ഓടി നടന്നും സംഘടിപ്പിച്ചും വേല ചെയ്തും അതിലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് വെക്കുകയല്ല. വളരെ ഉദാരമായി യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്ന നല്ല ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് എതിർപ്പുകളുണ്ടെങ്കിലും യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് പോകാൻ ആ എതിർപ്പുകളൊക്കെ അവഗണിച്ച് അദ്ദേഹം തീഷ്ണതയോടെ ശുശ്രൂഷയ്ക്ക് വന്നുകൊണ്ടിരുന്നു. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ പിന്നെയും അന്വേഷിച്ചു, കാണാനില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തെ കാണാനില്ല, കുറേ മാസങ്ങളായി, അദ്ദേഹത്തെ ഒന്നിനും കാണാനില്ല. വാട്ട് ഹാപ്പൻഡ്? ഐ വാണ്ട് ടു സീ ഹിം. അദ്ദേഹത്തെ ഒന്ന് കാണണം. എവിടെയാണ്?
അദ്ദേഹം ജോലിക്ക് പുറത്തെങ്ങാനും പോയോ? അപ്പോൾ കുടുംബാംഗങ്ങൾ പറഞ്ഞു, അച്ഛാ, ഇപ്പോൾ എൻ്റെ അപ്പൻ പഴയതുപോലെയൊന്നും അല്ല, ഉത്സാഹമൊന്നുമില്ല, തീഷ്ണതയൊന്നുമില്ല. ഇപ്പം എൻ്റെ അപ്പൻ പുറകോട്ട് പോകുകയാണ്, വരാനൊന്നൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആരെങ്കിലും അദ്ദേഹത്തെ മുറിപ്പെടുത്തിയോ? ആരെങ്കിലും അദ്ദേഹത്തെ വേദനിപ്പിച്ചോ? അച്ഛനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ? ഇല്ല അച്ഛാ, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തോ ഒരു കുഴപ്പമുണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് കാണണം. അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താണിങ്ങനെ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, എന്തിനാണ് അച്ഛാ വെറുതെ ഇതെല്ലാം നമ്മൾ ചെയ്യണത്? ഒരു വളരെ മനസ്സ് മടുത്ത ഒരാത്മാവിൻ്റെ പ്രതികരണം. അദ്ദേഹം പറയുകയാണ്, എൻ്റെ വിശ്വാസം എല്ലാം പോയച്ചാ, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല, എനിക്ക് പള്ളിയിൽ ചെന്നാലും കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിപ്പോൾ ഒന്നിലും ഒരു വിശ്വാസമില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, ചേട്ടൻ എത്ര സാഹസികമായിട്ടാണ് യേശുവിലേക്ക് വന്നത്? എത്ര എതിർപ്പുകളെയാണ് അഭിമുഖീകരിച്ചത്? എത്ര ദിനരാത്രങ്ങളാണ് കഷ്ടപ്പെട്ട് രാപകൽ ചൂടോ തണുപ്പോ നോക്കാതെ യേശുവിന് വേണ്ടി വേല ചെയ്തത്? എന്ത് പറ്റി ചേട്ടാ? അപ്പോഴാണ് ചേട്ടൻ പറയണത്, അച്ഛാ, എൻ്റെ പള്ളിയിലൊരു പ്രശ്നം ഉണ്ടായി. എൻ്റെ വികാരിയച്ഛൻ ഞാൻ അച്ഛന്മാരൊക്കെ ദൈവം പോലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വികാരിയച്ഛൻ, അപ്പം എനിക്ക് മനസ്സിലായി വികാരിയച്ഛൻ്റെ ജീവിതത്തിൽ എന്തോ കുറവുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം അന്വേഷിച്ചപ്പോൾ സത്യമായിരുന്നു. അതോടുകൂടെ ഈ മനുഷ്യൻ്റെ ഹൃദയം പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയി. അതോടുകൂടെ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തീഷ്ണത കെട്ടുപോയി. അദ്ദേഹം സഭയിൽ തന്നെയുണ്ട്, അദ്ദേഹം ഇടവകയിൽ തന്നെയുണ്ട്, പക്ഷേ ആദ്യത്തെ തീഷ്ണത കെട്ടുപോയി. പ്രാർത്ഥന കെട്ടുപോയി. ഒന്നിനും ഉത്സാഹമില്ലാതെയായി. കുടുംബത്തിൽ ഭാര്യ മക്കളെ ഓർത്ത് കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് കേട്ടപ്പോൾ എനിക്കും വലിയ സങ്കടമായി. നല്ല ഒരു ആത്മാവായിരുന്നു, നല്ലൊരു ചേട്ടനായിരുന്നു. പക്ഷേ ചില സ്കാൻഡൽ, ദുർമാതൃക ഇടവകയിൽ കണ്ടപ്പോൾ ആ ചേട്ടൻ്റെ ഹൃദയം ഇടിഞ്ഞു പോയി. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പോലും അദ്ദേഹത്തിൽ നിന്ന് ഇളകിപ്പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പിന്നീട് ഒരുപാട് നാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ ഈ ദിവസങ്ങളിലാണ് കർത്താവ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകിയത്. കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 1 കൊറിന്തോസ് 3:5 1 Corinthians chapter 3 verse 5. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ വൈദികർ, ചിലപ്പോൾ സിസ്റ്റേഴ്സ്, ചിലപ്പോൾ ആത്മായ ശുശ്രൂഷകർ, വചനപ്രഘോഷകർ, കൗൺസിലേഴ്സ്, കർത്താവിൻ്റെ സഭയിൽ സജീവമായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലീഡേഴ്സ്, ഇങ്ങനെയുള്ള ദൈവമക്കളിൽ ചിലപ്പോൾ ചില വീഴ്ചകളും പരാജയങ്ങളും ദുർമാതൃകകളും ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ മനുഷ്യരായിരിക്കരുത്. ഹ്യൂമൻ ഈസ് ഹ്യൂമൻ. മനുഷ്യനാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശു എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നൊരു കാര്യം, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഇതാണ് യേശു ആവശ്യപ്പെടുന്നത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോൺ 14:1 ബിലീവ് ഇൻ ഗാഡ്, ബിലീവ് ഇൻ മീ. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം
മാനുഷികമായ സിദ്ധാന്തങ്ങളോ മാനുഷികമായ എന്തെങ്കിലും ആവേശമോ മനുഷ്യരോ ആകരുത്. നിങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനം മാനുഷികമായ വിജ്ഞാനം, മാനുഷികമായ സിദ്ധാന്തങ്ങൾ, മാനുഷികമായ ആവേശം ഇതായിരിക്കരുത് കർത്താവിൻ്റെ സഭയിൽ നമ്മുടെ രീതി. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം യേശു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ചിന്തിക്കുക, ഹൂ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ലൈഫ്? ഹൂ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്? നിന്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആരിലാണ് നീ ഉറപ്പിച്ചിരിക്കുന്നത്? ഞാൻ മറ്റൊരു സ്ഥലത്ത് വലിയൊരു ഇടവകയെ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധിച്ചു, അവിടെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മെട്രിക്കുലേഷൻ അവരെ പഠിക്കുകയാണ്. വലിയൊരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുക, ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഒരു വിദേശ രാജ്യത്താണ് വലിയൊരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫംഗ്ഷൻ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ആ പാർട്ടിയിലേക്ക് വന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയ വിരുന്നാണ്. അതിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ഞാൻ ഓരോരുത്തരെ കണ്ട് ഷെയറിങ്ങും കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ ഞാൻ പണ്ടേ നോക്കി. അദ്ദേഹത്തിന് ഒരു ആത്മീയ താല്പര്യമുള്ള നല്ലൊരു സ്പിരിച്വൽ സണ്ണാണ്. ഞാൻ ആ മകനെ ഒന്ന് അന്വേഷിച്ചു, അദ്ദേഹം എവിടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. പക്ഷേ ആ വിരുന്നുശാലയിൽ നോക്കിയിട്ട് അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ അദ്ദേഹത്തെ അന്വേഷിക്കാൻ ആളെ വിട്ടു. അദ്ദേഹം ഒരു ചെറിയ മുറിയിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടെത്തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം മുട്ടുമേൽ നിന്ന് വാതിലടച്ച് മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ചെറുപ്പക്കാരനാണ്, മെട്രിക്കുലേഷനാണ്, ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞൊരു പ്രായമാണെന്ന് തോന്നണം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഐ വാണ്ട് ടു ബിക്കം എ പ്രീസ്റ്റ്. എനിക്കൊരു വൈദികനാകണം, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അച്ഛാ. അപ്പോൾ എനിക്ക് ആ പ്രദേശത്തെ സംഭവം അറിയാം. വൈദികരുടെ ഒരുപാട് കേസുകൾ വൈദികർക്കെതിരെ ഉണ്ടായി, ഒരുപാട് സ്കാൻഡലുണ്ടായി. വൈദികർ ഒരുപാട് പേര് മനസ്സിടിഞ്ഞിരിക്കുന്ന കാലമാണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും ദുർമാതൃകയും ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും പത്രവാർത്തകളും ഇത്രയും മീഡിയ ചാനലുകളൊക്കെ വൈദികർക്കെതിരെ ഇതുപോലെ കിംവദന്തികളും ഇതുപോലെ ആരോപണങ്ങളും ദുരാരോപണങ്ങളും വന്നിട്ട് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നീ കണ്ടിട്ട് നിനക്ക് എന്തുകൊണ്ട് വീണ്ടും നീ ഇതുപോലെ ത്യാഗസഹിച്ച് വൈദികരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു? അപ്പം അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ യേശുവിന് സാക്ഷ്യം വഹിക്കണം, എനിക്ക് ഈ സഭയിൽ തന്നെ എനിക്ക് എൻ്റെ യേശുവിനെ മഹത്വപ്പെടുത്തണം. ഈ വൈദികർ പരാജയപ്പെട്ട ഈ കേസുകളും കുലുപാലുകളും ഉണ്ടായിട്ടുള്ള ഈ സഭയിൽ തന്നെ, ഈ രൂപതയിൽ തന്നെ എനിക്ക് വൈദികനായി എൻ്റെ യേശുവിൻ്റെ സ്വഭാവം എനിക്ക് വെളിപ്പെടുത്തണം അച്ഛാ. ചെറുപ്പക്കാരൻ ആവേശത്തോടെ ഒരു വൈദികനാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുകയാണ്. ഒന്ന് ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതേ ഇടവക എനിക്കറിയാം, വൈദികരുടെ ദുർമാതൃക നിമിത്തം ഒരുപാട് ചെറുപ്പക്കാർ പള്ളി വരാതിരിക്കുന്ന ഇടവകയാണ്. അതേ ഇടവക തന്നെ എനിക്കറിയാം, വൈദികരുടെയും ഇതുപോലുള്ള വാർത്തകളും ചാനലുകളിലും കണ്ട് ഒരുപാട് ചെറുപ്പക്കാർ പ്രാർത്ഥനയില്ലാതിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആത്മീയ വളർച്ച. ഇന്ന് നിങ്ങൾ പള്ളിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ലുക്ക് ടു യുവർ ഫൗണ്ടേഷൻ. ഹൂ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയിലാണോ? അല്ലെങ്കിൽ നല്ല സൽപ്പേരുള്ള ഒരു അച്ഛൻ്റെ ആ നല്ല സ്വഭാവത്തിലാണോ? ശുശ്രൂഷകരുടെ നല്ല സ്വഭാവത്തിലാണോ? നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച, നിങ്ങൾക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിച്ച ആരുടെയെങ്കിലും ആ വ്യക്തിപ്രാഭവത്തിലാണോ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്? എന്നാൽ മണലിൽ ഭവനം പണിത ബോഷനായ മനുഷ്യന് സദൃശൻ. കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അതിൻ്റെ വീഴ്ച ഭയാനകം. മണലിൽ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നവരുണ്ട്. വിശ്വാസത്തിന് അടിസ്ഥാനം യേശുവിലും യേശുവിൻ്റെ വചനത്തിലും വെക്കുന്നവരുണ്ട്. ആ ഭവനം നിലനിൽക്കും മക്കളെ. കാറ്റൂതും, വെള്ളപ്പൊക്കം ഉണ്ടാകും, ദുർമാതൃക ഉണ്ടാകും, പലരും വീഴും, എങ്കിലും ആ വ്യക്തിയിൽ വിശ്വാസം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എവിടെ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആരിൽ? ഇത് നിങ്ങൾക്ക് മാത്രം, നിങ്ങളുടെ ദൈവത്തിനും അറിയാവുന്ന ഒരു രഹസ്യ മേഖലയാണ്. വി ക്യാൻ സീ യുവർ പബ്ലിക് വർഷിപ്പ്. നിൻ്റെ പരസ്യമായ പൊതുവായുള്ള എല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റും. പള്ളിയിലെ പെരുമാറ്റം, ആരാധനയ്ക്ക് നിൽക്കുന്നത്, കുർബാനയ്ക്ക് നിൽക്കുന്നത്, പൊതുജന സേവനം, ഇതെല്ലാം കാണാൻ പറ്റും. ബട്ട് വി കാൻ സീ where your foundation is.
ഇത് നമുക്ക് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ മേഖലയാണ്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അതേഴ്സ് ക്യാൻ സീ യുവർ പബ്ലിക് വർഷിപ്പ്, അതേഴ്സ് ക്യാൻ സീ യുവർ പബ്ലിക് സർവീസസ്, അതേഴ്സ് ക്യാൻ സീ യുവർ പബ്ലിക് പെർഫോമൻസ്, ബട്ട് ദേ കാൻ സീ വെദർ യു ആർ പേഴ്സണലി ഫൗണ്ടഡ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. രണ്ട് കരങ്ങൾ ഉയർത്തി, ദൈവമേ, ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരിക്കാൻ യേശുവിനെ എൻ്റെ അടിസ്ഥാനം ഇടാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയം വലിയ അളവിൽ സ്വർഗത്തിൽ നിന്ന് കൃപാവരങ്ങൾ വർഷിക്കപ്പെടുന്ന സമയമാണ്. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഉറക്കെ കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് വിശ്വാസത്തിന്റെ അത്ഭുത അഭിഷേകം വർഷിക്കണമേ. സർവ്വരും ഹൃദയം തുടങ്ങി ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, വിശ്വാസ കൃപ ചൊരിയൂ, വിശ്വാസ കൃപ ചൊരിയൂ. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക